ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിഷുവിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് കൂട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് വിഷുവിൻ്റെ അന്നാണ് എഡിറ്റിങ്ങും വോയിസൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ വിഷുവിൻ്റെ അന്നത്തെ വീഡിയോ ഞാൻ പിറ്റേ ദിവസം കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ തലേ ദിവസത്തെ വീഡിയോസ് അല്ല ഇടലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് വിഷുവിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാ രാവിലെ നീച്ച് കഴിഞ്ഞേക്ക് നമ്മളിന്ന് ഉള്ളിച്ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ചോറ് വറക്കാന്നൊക്കെ പറയില്ലേ. അപ്പം ഇന്ന് എന്താ പറയുക, കുറച്ച് ഗോതമ്പപ്പൊടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി, അതിക്ക് കുറച്ച് ചട്നി ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ അനുമോക്ക് ചട്നി പണ്ടേ ഇഷ്ടമല്ല ഞാൻ പറയലില്ലേ. അപ്പോൾ ഓള് പഞ്ചസാരയും കൂട്ടിയിട്ട് മടക്കിയിട്ടാണ് ചപ്പാത്തി തിന്നണത് കേട്ടോ. അപ്പോൾ ഇന്ന് ചായ കുടിക്കാനൊരു പരിപാടി ഉണ്ട്. അതുകൊണ്ട് ഓള് കപ്പിലാണ് ചായയൊക്കെ കുടിക്കുന്നത്. ഇടയ്ക്ക് അങ്ങനെ ചായ കുടിക്കാനൊരു നുണയിലാണ് കേട്ടോ. എനിക്കും അങ്ങനെ തന്നെയാണ്. ഇടയ്ക്കൊരു പൂതിയാണ്, അപ്പം അങ്ങനെ കുടിക്കും. അപ്പോൾ ഒരു ഇത്തിരി ചോറും കൂടി അവിടെ ബാക്കിയുണ്ട്. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ സമൂസ ഉണ്ടാക്കിയിട്ടുള്ള എണ്ണ അവിടെ ചട്ടിയിൽ ഇരിക്കുന്നുണ്ട്. അതിങ്ങനെ പപ്പടം കാച്ചാനൊക്കെ ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ തീർക്കണം. 1-2 ദിവസം, 2 ദിവസം ഒന്നും എടുക്കാൻ പാടില്ല. ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കണം എന്നാണ് പറയുക. അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ നമ്മൾ കറി ഉണ്ടാക്കുന്ന പരിപ്പും മത്തനുമാണ്. അതേപോലെ ചോറൊക്കെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തുണികളൊക്കെ അതാ തിരുമ്പാൻ വേണ്ടിയിട്ട് മെഷീനിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ മെഷീനിൽ തന്നെയാണ് തിരുമ്പലുള്ളത്. 1-2 ഒക്കെ എന്താ പറയുക, നല്ലതുണ്ടെങ്കിൽ അത് കല്ലുമ്പോൾ മാത്രം തിരുമ്പും കേട്ടോ. അപ്പോൾ ചാണകമൊക്കെ തളിച്ചിടുകൊണ്ടേ മുറ്റമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്താ പറയുക, എല്ലാവർക്കും അത്ര ഭംഗിയായിട്ടൊന്നും തോന്നുന്നുണ്ടാവില്ല. എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അതാ നമ്മളെ കണ്ണനും നന്ദും കൂടി നീച്ചിട്ടില്ല. അന്ന് പനുട്ടി നീച്ചിട്ടുണ്ട്. കണ്ണൻ എന്തേന്നറിയില്ല, ഇന്ന് ആദ്യം ഒന്ന് നീച്ചു, പിന്നെയും പോയി കടന്നോട്ടോ. അവന് വല്ലാത്തൊരു ക്ഷീണം പോലെ. ഇനിയിപ്പോൾ പണികളൊക്കെ എടുക്കാൻ കൂടി തന്നിട്ടോ എന്താണെന്നറിയില്ല. അപ്പോൾ രണ്ടാളും നല്ല ഉറക്കമാണ്. പിന്നെ ഞാൻ ഓലെ വിളിക്കാനൊന്നും പോയില്ല കേട്ടോ. ഓലിക്ക് ആവുമ്പോൾ നീക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നന്ദു ഈ ഒരു സമയത്ത് പുതച്ചൊക്കെ കിടക്കണ വലിയൊരു ചൂടില്ല, നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അമ്മേൻ്റെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ പാത്രം കഴുകി വയ്ക്കുകയാണ്. പിന്നെ അതാ പരിപ്പും മത്തനൊക്കെ കറി വേഗം ഉണ്ടല്ലോ വെക്കാൻ. അപ്പം ഞാൻ ചട്ടിയിലാണ് കേട്ടോ വെച്ചത്. മൺചട്ടിയിൽ വെച്ചാൽ നല്ല രസമല്ലേ. അപ്പോൾ ചോറ് വെന്തപ്പോൾ അടുപ്പിൽ ഏതായാലും നല്ല കണലും കണ്ടപ്പോൾ ഇതിന് അത്യാവശ്യം വേവൊന്നുമില്ലല്ലോ, ചെറിയ വേവുള്ളല്ലോ. അപ്പോൾ ഞാൻ പരിപ്പും മത്തനും ഒരുമിച്ച് വെച്ചു. അതിൽ പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് നാളികേരമൊക്കെ അരച്ചൊഴിച്ചിട്ടുണ്ട്. നാളികേരത്തിൽ ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടിയും ചേർത്തിട്ട് നല്ലോണം അരയാതെയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇന്ന് ഏതായാലും കുറച്ച് നേരത്തെ തന്നെ അടുക്കളയത്തെ പണികൾ വേഗം തീരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അല്ലാത്ത പണികളൊക്കെ ചില്ലറ പണികളൊക്കെ കിടക്കുന്നുണ്ട്. എന്നാലും ഇന്നൊരു സമാധാനമുള്ള ദിവസമായിട്ടാണ് എനിക്ക് രാവിലെയൊക്കെ തോന്നിയിട്ടുള്ളത് കേട്ടോ. എന്താ വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ആകെ കൂടെ ഒരു ജഗ പുകയുന്നില്ല. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നൂലല്ലോ, എല്ലായിടവും വൃത്തിയായി ഇങ്ങനെ കിടക്കുമ്പോൾ. അപ്പം അതാ കണ്ണൻ ചോദിക്കുകയായിരുന്നു കണിക്കൊന്ന കിട്ടിയമ്മ എന്നുള്ളത്. അപ്പോൾ നീച്ച് വന്നപ്പോഴാണ് എന്നോട് ചോദിക്കുന്നത്. പല്ലൊക്കെ തേച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ഏതായാലും വെട്ട് കഴിഞ്ഞ് വന്നപ്പോൾ വെട്ടുന്ന സ്ഥലത്ത് കണിക്കൊന്ന ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ നേരത്തെ തന്നെ നമുക്ക് കണിക്കൊന്ന കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവനോടൊന്ന് ഫോട്ടോ എടുക്കുമെന്നൊക്കെ പറയായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ നല്ലൊരു പൂതി, എന്താ പറയുക, നല്ല ഫ്രഷ് ആയിട്ടുള്ള കണിക്കൊന്നയാണ്. പക്ഷെ വൈകുന്നേരം സമയമൊക്കെ ആകുമ്പോഴത്തേനും ഇത് നല്ലോണം കൊഴിഞ്ഞാടും പറഞ്ഞില്ലേ. അപ്പോൾ ഇത് മരത്തമ്മലൊക്കെ നിൽക്കണ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, ചില സ്ഥലങ്ങളിലൊക്കെ പൈസ കൊടുത്തിട്ട് വേണ്ടി വരും വാങ്ങാൻ, അതന്നെ കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ ഏതായാലും പ്രാവശ്യം അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കൊണ്ടുവന്നേക്കനെ കവറിലാക്കിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഒരുക്കൊക്കെ ഒന്ന് കാട്ടി കൊടുത്തു. പിന്നെ നമ്മളെ പരിപ്പ് മത്തനിക്ക് ഒന്ന് വറവിട്ട് കൊടുക്കുകയാണ്. കടുകും കറിവേപ്പിൻ്റെ ഇലയും കൂടി വെളിച്ചെണ്ണയിൽ, വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് വറവിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരിപ്പ് മത്തനും ഞാൻ ഒരു നേരത്തിന് വെച്ചിട്ടുള്ളൂ കേട്ടോ. 2 നേരത്തിനൊന്നും കറി വേണ്ട. വൈകുന്നേരം വേറെ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ അമ്മ ആകൊക്കെ അടിച്ചോരി തരാം, എന്നാൽ തുടയ്ക്കാൻ എളുപ്പം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ ആകൊക്കെ അടിച്ചോരി തരികയാണ്. ഇന്നിപ്പോൾ അതിന് മോളും തന്നെ ഒരു ഇത്തിരി വൈകിട്ടാണ് കുളിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓളെ കുളിയൊക്കെ കഴിഞ്ഞു. നന്ദുവിനെ പിന്നെ നീച്ചേക്ക് ഞാൻ വേഗം കുളിപ്പിക്കും കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് പല്ലേക്കലും കുളിക്കലൊക്കെ ഇപ്പോൾ ഒപ്പാണ്. എത്ര ദിവസം ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല. എന്നിട്ടാണ് ചായ കുടിക്കലൊക്കെ. അപ്പോൾ ഇന്ന് ചായ കുടിക്കാൻ വലിയൊരു ഉഷാറൊന്നുമില്ല. ബിസ്ക്കറ്റും ചായയാണോ കുടിച്ചത് കേട്ടോ. ചപ്പാത്തിയും പറ്റിയില്ല, ചോറ് വറുത്തതും പറ്റിയില്ല. അങ്ങനെ ബിസ്ക്കറ്റും ചായയൊക്കെയാണോ കുടിച്ചിട്ടുള്ളത്. അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ആ ഫ്രിഡ്ജിൽ തപ്പണത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ കണ്ണനെ ഞാൻ കടയ്ക്ക് പറഞ്ഞയച്ചു കേട്ടോ. ഈ ഒരു എന്താ പറയുക, വിഷുവിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണല്ലോ അത്. അപ്പോൾ വിഷുവിൻ്റെ അന്നേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാനൊരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അവനെ കടയ്ക്ക് പറഞ്ഞയച്ചതാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ വൈകുന്നേരമല്ലേ വരിക. അപ്പോൾ ഏട്ടൻ വന്നിട്ട് പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ കടയിൽ പോയി, പച്ചക്കറിക്ക് ചന്തയ്ക്ക് പോയി, അങ്ങനെയൊക്കെ ഒരുപാടാവുമ്പോൾ എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മളേതായാലും വീട്ടിൽ എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ചെയ്ത് വെക്കും കേട്ടോ. എല്ലാത്തിനും ഏട്ടനെ തന്നെ ആശ്രയിക്കാനൊന്നും നിൽക്കില്ല. അപ്പോൾ ഇതൊക്കെ ഏട്ടനോട് ചോദിച്ചിട്ട് തന്നെയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയതുകൊണ്ട് ഓൻ്റെ അടുത്ത് ലിസ്റ്റൊക്കെ കൊടുത്തയച്ച് സാധനമൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അച്ഛൻ പിന്നെ റേഷൻ കടയ്ക്ക് പോയതാണ്.
ഇന്ന് റേഷൻ കടയിലും കൂടെ പോയിട്ട് വരട്ടെ. പച്ചരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പച്ചരി അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലതാണല്ലോ. പിന്നെ കുറച്ച് വാങ്ങിയാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അച്ഛനെ റേഷൻ കടയിലേക്കും പറഞ്ഞയച്ചു. കണ്ണങ്ങനെ സാധനം വാങ്ങാനും പോയി. അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് ഞാനൊന്ന് പാത്രത്തേക്ക് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ ഈ ഒരു കവറിൽ കെട്ടി വെക്കുന്നത് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. എന്ത് കൊണ്ടുവന്നാലും അത് വേഗം അതിൻ്റെ പാത്രത്തിലിട്ട് വെക്കണം. പിന്നെ കൊള്ളാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ വലിയൊരു ബക്കറ്റ് ഉണ്ട് അതിലങ്ങനെ ഇട്ടേക്കും കേട്ടോ. അപ്പോഴാണ് നമ്മളെ കണ്ണം ഓർക്കാപ്പുറത്ത് പടക്കം പൊട്ടിക്കുകയാണ് ഇവിടെ കേട്ടോ. അപ്പോൾ പടക്കം പൊട്ടിക്കണ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരു അത്യാവശ്യം നല്ലോണം പടക്കം വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങളായി മര്യാദയ്ക്ക് ഒരു വിഷു ആഘോഷിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം വലിയൊരു ഭയങ്കര ആഘോഷം അങ്ങനെയൊന്നല്ല. എന്നാലും നമ്മളെ നന്ദുവിന് ശരിക്കും പടക്കം പൊട്ടിക്കണോ ഇതൊന്നും നിച്ചല്ല എന്ന് പറഞ്ഞില്ല. ഭയങ്കര പേടിയാണ്. അപ്പോൾ ചെവിയിൽ വിരൽ പിന്നെ കുത്തി വെച്ചിട്ടാണ് കേട്ടോ. എനിക്കും നല്ല പേടിയാണ്. ഞാൻ നല്ലോണം ഞെട്ടിച്ചാടും. പിന്നെ ഇങ്ങനെ ഓർത്തിരിക്കും. പിന്നെ കണ്ണിലിങ്ങനെ നോക്കി നിൽക്കുകയൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. പെട്ടെന്ന് ഇങ്ങോട്ട് ആകുമ്പോൾ ഒരു ഷോക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം മൊത്തത്തിൽ ആകെ വൈകുന്നേരം ആയാലും രാവിലെ ആയാലും ഒക്കെ പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലും അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതാ ഞാൻ പിന്നെ അടുക്കളയത്തെ പണികളൊക്കെ ഒരു വിധം അങ്ങോട്ട് അടിക്കലും തുടക്കലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അടുക്കളയ്ക്ക് കുറച്ച് വിറക് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. സാധാരണ ഞാൻ അടുപ്പിൻ്റെ ചോട്ടിൽ കൊണ്ടുവയ്ക്കലില്ല. അപ്പോൾ ഇന്ന് കൊണ്ടുവയ്ക്കുന്നത് വിഷുവിൻ്റെ അന്ന് പുലർച്ചെ നീക്കണമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് മിക്കവാറും ഞാനും കണ്ണനും ആവും നീക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വിറക് പുറത്താവുമ്പോൾ വാതിൽ തുറക്കാൻ എനിക്ക് പേടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിറക് അകത്ത് കൊണ്ടുവച്ചു. കുറച്ച് വിറക് നല്ല കനമുള്ളതൊക്കെ ഇവിടെയും കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ 6 മണിക്ക് ശേഷം വാതിൽ തുറക്കാമല്ലോ. അതിൻ്റെ മുന്നേ ഞാൻ വാതിൽ തുറക്കൂല കേട്ടോ. അതുകൊണ്ടുള്ള ഒരുക്കങ്ങളാണ്. പിന്നെ നമ്മൾ അമ്മതാ കറിവേപ്പിലൊക്കെ പറിച്ച് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ തെഴുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ തോട്ടിയൊക്കെ വെച്ചിട്ട് അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് അത്യാവശ്യം പറിച്ച് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വിഷു ആണെങ്കിലും ഓണാണെങ്കിലും ഓരോ ഒരുക്കങ്ങളാണല്ലോ. പിന്നെ ഞാൻ ഉച്ച കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ പച്ചരി വെള്ളത്തിലിട്ടായിരുന്നു. ഇത് 3.5 നാഴി 4 നാഴീൻ്റെ അടുത്ത് അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ശർക്കര ഉരുക്കളിയുള്ളത് 1 നാഴി അരിക്ക് ഞങ്ങളിവിടെ നാഴി എന്നാണ് പറയും. 1 നാഴി അരിക്ക് 2 അച്ച് ശർക്കര. അത് പാകത്തെ മധുരാവും കേട്ടോ. ഒരിക്കലും അതേറി പോവില്ല, കുറയൂല്ല. അപ്പോൾ അതുകൊണ്ട് 1 നാഴി അരിക്ക് 2 അച്ച് ശർക്കര വെച്ചിട്ടാണ് ഞാൻ. ഇനിയിപ്പോൾ അതിൽ മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒക്കെ ചേർക്കുകയാണെങ്കിൽ ആ ശർക്കര മതി കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എടുക്കലുള്ളത്. എപ്പോഴും ഞാൻ എണ്ണീട്ടാണ് ശർക്കര വെച്ച് എടുക്കൽ കേട്ടോ. അപ്പോൾ ശർക്കര വെച്ച് ചിലപ്പോൾ വലുതും ചെറുതും അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ പിന്നെ നമ്മളൊരു മട്ടത്തിൽ അങ്ങോട്ട് എടുക്കലാണ്. അപ്പോൾ ഏതായാലും നമ്മളെ പിന്നെ വൈകുന്നേരം ഇവിടെ വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ചങ്കരാന്തി, സംക്രാന്തി അങ്ങനെയൊക്കെ ഓരോരുത്തർ പറയും. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് വിഷുവിൻ്റെ തലേ ദിവസം. കാരണവന്മാർക്ക് അതുപോലെ അതായത് മരിച്ചു പോയവർക്കൊക്കെ ഒരു വെച്ച് കൊടുത്ത് നമ്മൾ പൂജയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് മിക്കവാറും ആൾക്കാർക്കൊക്കെ മനസ്സിലാവേണ്ടാവും എന്ന് വിചാരിക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യപ്പവും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നെയ്യപ്പത്തിന് ആട്ടി വെക്കുകയാണ്. അപ്പോൾ നെയ്യപ്പത്തിന് ഞാൻ ആട്ടി അപ്പം തന്നെ ഉണ്ടാക്കും കേട്ടോ. ഒരുപാട് സമയമൊന്നും ഇത് കൂട്ടി വയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല. എനിക്കിങ്ങനെ ഉണ്ടാക്കിയാലാണ് നെയ്യപ്പം നന്നാവുക. അപ്പോൾ 2 പ്രാവശ്യം അരച്ചെടുത്തു. അപ്പോൾ ചെറിയൊരു തരിയോട് കൂടി, ഓവറായിട്ട് തരി ഉണ്ടാവരുത്, നല്ല കട്ടിയായി പോവും. അപ്പോൾ ചെറിയൊരു തരിയോട് കൂടി ആദ്യം അരച്ചെടുത്തു. പിന്നെ ലാസ്റ്റത്തെ ചെറിയൊരു തരിയോട് കൂടി അരച്ചിട്ട് പിന്നെ അതിലേക്ക് 3 സ്പൂൺ, വലിയ സ്പൂണിന് 3 സ്പൂൺ മൈദപ്പൊടി ചേർത്തിട്ട് പിന്നെ ശർക്കര പാനി ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ നെയ്യപ്പത്തിന് എത്രത്തോളം ലൂസായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നെയ്യപ്പം ഉണ്ണിയപ്പം ഒന്നും ഉണ്ടാക്കാൻ അറിയാത്തവർ ആരും ഉണ്ടാവില്ല. അപ്പോൾ അതാ നെയ്യപ്പം ഞാൻ ആ ഒരു മാവ് അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കുകയാണ്. അതിലേക്ക് വേറെ അപ്പസോഡയോ അല്ലാതെ ഈസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. ചിലർ ചോറ് ചേർക്കും, നാളികേരം ചേർക്കും, പപ്പടം ചേർക്കും, അപ്പസോഡ ചേർക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇതേ രീതിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളി നെയ്യപ്പമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ചട്ടിയിൽ എണ്ണ ചൂടായോന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഒരു നുള്ളി ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് പൊങ്ങി വന്നാൽ നമ്മൾ അപ്പം തന്നെ മാവ് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ തീയിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ലോണം തീ കത്തിക്കരുത്. ഒരു മീഡിയം തീയിൽ വേണം നമ്മൾ കൂട്ടി കൊടുക്കുക, കുറച്ച് കൊടുക്കുക, അങ്ങനെയാണ് കേട്ടോ ചെയ്യുക. ഗ്യാസുമ്മലാണെങ്കിലും അങ്ങനെ ചെയ്യുക, അടുപ്പത്താണെങ്കിലും അങ്ങനെ ചെയ്യുക. അപ്പോൾ അത് ഒഴിച്ച ഉടനെ തന്നെ നല്ലോണം പൊങ്ങി വരുന്നുണ്ട്. ശരിക്കും ചിലരാണെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കൂല കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നത് ഉള്ളിലൊന്നും ഉണ്ടാവരുത്. അപ്പോൾ അതിലിങ്ങനെ ആ ഒരു മുഴ പോലെ അങ്ങനെ ഉണ്ടായി വരുമല്ലോ ഉള്ളിൽ കുറച്ച്. അപ്പോൾ അത് അപ്പുറത്തെ സൈഡിക്കും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പുറത്തൊരാൾ വന്നേന്നു. അപ്പോൾ അവിടേക്ക് ഞാനും അമ്മയും കൂടി ഒപ്പം പോയിട്ടോ. അപ്പോൾ അനുമോളെ എന്നോ ഇത് ഉണ്ടാക്കിയിരുന്നത്.
അപ്പോൾ ഓളൊഴിച്ചതാണ് കേട്ടോ. അത് വലിയൊരു നെയ്യപ്പമായി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ലോണം മാവും ഉണ്ടാവും കേട്ടോ. വെന്തിട്ടൊക്കെ ഉണ്ടാവും, പക്ഷേങ്കിൽ അതിൻ്റെ ഉള്ളിൽ നല്ലോണം മാവായി പോവും. അപ്പോൾ അതിൻ്റെ ഉള്ളത്ത് തിന്നണ വലിയൊരു ഇഷ്ടമല്ല കേട്ടോ. വെന്തായും വലിയൊരു ഇഷ്ടമല്ല തിന്നണത്. അപ്പോൾ പുറത്തെ തൊലി ഇങ്ങനെ പൊള്ളയായിട്ട് കിടക്കണമെങ്കിൽ നല്ല രസമാണല്ലോ. അപ്പോൾ ഓൾക്ക് ഭയങ്കര ആഗ്രഹമാണ് നെയ്യപ്പം ചുടാനൊക്കെ. അപ്പോൾ ഞാനിന്ന് കുറേ ഓളെ കൊണ്ട് ചുടിച്ചു. അപ്പോൾ ആ ഒരു നെയ്യപ്പം എന്നോട് തന്നെ തിന്നാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ ചുട്ടതേ ഞാൻ തിന്നുള്ളൂ, ഞാൻ ചുട്ടത് അമ്മ തിന്നണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ നെയ്യപ്പം ചുടലൊക്കെ കഴിഞ്ഞു. കുഞ്ഞു കുഞ്ഞു നെയ്യപ്പങ്ങളാട്ടോ ഞാൻ ചുട്ടിട്ടുള്ളത്. ഇവിടെ ഏട്ടന് എപ്പോഴും കുഞ്ഞതാണ് ഇഷ്ടം, വലിയ സംഭവങ്ങൾ ഇഷ്ടമല്ല. വലിയതാക്കി ഉണ്ടാക്കിയ ഒരു കാര്യമാണെങ്കിലും ഇഷ്ടമല്ല. അപ്പം നല്ല അടിപൊളി നെയ്യപ്പമാണ്. ഈ രീതിക്കൊന്ന് നെയ്യപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. ഞാൻ ഒരുപാട് വീഡിയോസിൽ ഈ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വീണ്ടും ആരെങ്കിലുമൊക്കെ ഓരോ സമയത്ത് വിളിച്ച് ചോദിക്കലുണ്ട് കേട്ടോ, എങ്ങനെയാണ് നെയ്യപ്പം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു രീതിയാണിത്. അപ്പോൾ ഇതാ നാളെ മുണ്ടെടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രാക്ടീസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫാൻ്റെ ഒക്കെ ഒറ്റയ്ക്ക് ഊരി വലിച്ചെറിഞ്ഞ് തോർത്തുമുണ്ടാണ് ഉടുക്കണത് കേട്ടോ. അപ്പോൾ അനുമോളും അമ്മയും കൂടി അവിയലിനൊക്കെ കഷ്ണം നുറുക്കുകയാണ്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരുക്കി വെക്കും കേട്ടോ. എന്നാൽ വലിയൊരു ഭാരം ഉണ്ടാവില്ലല്ലോ. പിന്നെ വൈകുന്നേരത്തേക്ക് ഒരു ഇത്തിരി ചോറ് വേണം. അപ്പോൾ ചോറ് നമ്മൾ ഉച്ചയ്ക്ക് വെച്ചത് കുറച്ചുണ്ട്, പക്ഷെ അങ്ങനെ നമ്മൾ തിന്നേൻ്റെ ബാക്കി അങ്ങനെ വെച്ച് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് പുതിയതായിട്ട് ചോറ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ റേഷൻ അരിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് തിളച്ച് വന്നപ്പോൾ അത് റൈസ് കുക്കറിലേക്ക് ഒന്ന് ഇറക്കി വെക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. പിന്നെ ചിക്കൻ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളിവിടെ കോഴീനെ കൊല്ലാന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ, വീട്ടിലത്തെ കോഴീനെ. പക്ഷേ നമ്മളെ നന്ദു സമ്മതിക്കണമെന്നല്ല, ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുകയാണ്. അപ്പോൾ അത് വാങ്ങണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അവിയൽ നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അനുമോളെ കൈ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ചോരയൊക്കെ പോയിട്ടോ. അത് ഞാൻ മുറി കൂടിയൊക്കെ വെച്ച് തുണിയൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് കാലുമ്മ ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ടുണ്ട്. രാവിലെ എപ്പോഴോ ആയതാണ്, അപ്പോഴൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. അപ്പോൾ അനുട്ടിക്ക് അങ്ങനെ കെട്ടിക്കൊടുത്തപ്പോൾ പോലും ഭയങ്കര പൂതി. അപ്പോൾ ഞാൻ മുറികൂടീൻ്റെ ഇല, മുറികൂടി എന്ന് പറയട്ടെ, ഞങ്ങളവിടെ ഒരു നീല വയലറ്റ് ഇല ഉണ്ട്. അപ്പോൾ അതിങ്ങനെ തിരുമ്പിയിട്ട് ആ നീര് വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ മുറികളൊക്കെ പെട്ടെന്ന് കൂടി കിട്ടും. നല്ല മരുന്നാണത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പറയുകൊണ്ട് ഞാനൊന്ന് കാട്ടി തരണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും അങ്ങനെ ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ കെട്ടിക്കൊഴിഞ്ഞപ്പോൾ പിന്നെ നടക്കാൻ തന്നെ വയ്യട്ടോ, ഞൊണ്ടിയാണ് നടക്കുന്നത്. എന്തെങ്കിലുമൊക്കെ സീന് കാട്ടി ഓനിങ്ങനെ നടക്കണ്ടേ, വൈകുന്നേരമായി കിട്ടണ്ടേ, ഓനിപ്പോൾ അതൊക്കെ തന്നെയല്ലേ കളി. അപ്പോൾ അതാ പുളിങ്ങ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ കുറച്ച് അധികം തന്നെ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ പുളിയിഞ്ചി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സദ്യയിൽ പുളിഞ്ചി അച്ചാറൊന്നും ഇല്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ എന്താ പറയുക, സദ്യ ഉണ്ടാക്കുന്നത് കണ്ണൻ്റെ നിർബന്ധത്തിനാണ് കേട്ടോ. സാധാരണ വിഷുവിനൊക്കെ സദ്യ തന്നെ ഉണ്ടാക്കുക. ഇപ്പം എല്ലാവരും എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ചിക്കനും ബിരിയാണി അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഞാനും ഏതൊരു വർഷം ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണൻ പറയുക, കുറേ കാലമായി സദ്യ കഴിച്ചിട്ട്, അപ്പോൾ ഞാൻ സഹായിക്കാം അമ്മക്ക് ഉണ്ടാക്കല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അടുപ്പത്തേക്ക് വെക്കാൻ ഈ ഒരു പുളിയൊക്കെ പിഴിഞ്ഞ് സെറ്റാക്കിയിട്ട് വേണം. അപ്പോൾ ഞാൻ ചോറ് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഏട്ടൻ പണി കഴിഞ്ഞ് വന്നാൽ ചന്തയ്ക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു, ഇയും പോയിക്കോ ഒപ്പം, എന്നാലുള്ളൂ നേരെ സാധനങ്ങൾ വാങ്ങുക. ഏട്ടനെ ആവുമ്പോൾ എന്താ പറയുക, വിലയൊന്നും ചോദിക്കാതെ എത്ര തീ പിടിച്ച വിലയാണെങ്കിലും ആ സാധനം വേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്നോടും കൂടി പോകാൻ പറയുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കണ്ണം കുറച്ചും കൂടിയും കണിക്കൊന്ന് ഈ മാങ്ങയൊക്കെ പോയി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ പുളിയൊക്കെ നല്ലോണം പിഴിഞ്ഞ് മൺചട്ടിക്ക് ഒഴിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ തിളച്ച് വന്നപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തതാണ് അതിക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണിത്. എല്ലാവരും എങ്ങനെയാണ് ചെയ്യലെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ പല വീഡിയോസിലും ഞാൻ പല രീതിയിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ പണ്ടേ ഇങ്ങനെയാണ് ചെയ്യലുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഏട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടന് ഞാൻ വിചാരിച്ചു നനഞ്ഞതാണെന്ന് വിചാരിച്ച് തോർത്തോ കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അത് മുഖം കഴുകി വന്നതാണ്. നേരെ സമയത്ത് ഒരു മഴ വരുന്ന മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു, ചെറുതായിട്ടൊന്ന് കാറ്റൊക്കെ അടിച്ചായിരുന്നു കേട്ടോ. ഏതൊക്കെയോ സ്ഥലത്ത് മഴയൊക്കെ പെയ്തിട്ടുണ്ട് കേട്ടോ, സ്റ്റാറ്റസൊക്കെ അങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ നമ്മളെ കണ്ണന് ഇന്ന് ഭയങ്കര വിശപ്പ്. അപ്പോൾ കറികളൊന്നും ഉച്ചക്കേത്തൊന്നുമില്ല കേട്ടോ. പപ്പടവും മത്തങ്ങ ഇരുന്നില്ല, അപ്പോൾ അതൊന്നും ഇരിക്കണില്ല. ഫ്രിഡ്ജിലും വേറെ കറികളൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഭയങ്കര വിശപ്പ്. അപ്പോൾ ചോറും ഉപ്പും വെളിച്ചെണ്ണി അതേപോലെ അച്ചാറും കൂടെ കൂട്ടിയിട്ട് ചോറ് തിന്നെയാണ് കേട്ടോ. അപ്പോൾ ഗതി കെട്ടാ പുലി പുല്ലും തിന്നും പറഞ്ഞ പോലെ. അപ്പോൾ നല്ല വിശപ്പുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ തിന്നണത്. ഇപ്പം എങ്ങനെ നോക്കിയിട്ടും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കൊടുത്തത് അങ്ങനെ എടുത്ത് തിന്നു കേട്ടോ. എത്ര വേഗം അത് തിന്നത് എന്നറിയോ. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു അവന്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചന്തയിലൊക്കെ പോയി വന്നു കേട്ടോ. അപ്പോൾ അവിയലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം തന്നെ അവിയലൊക്കെ ഉണ്ടാക്കി വെക്കും. അതുകൊണ്ട് ഞാൻ ഗ്യാസമ്മ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കോളിഫ്ലവറാണ് നന്നാക്കി വെക്കുന്നത് കേട്ടോ. പിറ്റേ ദിവസം നമുക്ക് മസാലക്കറി ഉണ്ടാക്കണ്ടേ, അപ്പോൾ അതിക്ക് വേണ്ടിയിട്ട് അതൊന്ന് ശരിയാക്കി വെക്കുകയാണ്. അപ്പോൾ അനുമോളെ മേലെഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇനി കുളിക്കാനൊക്കെ ഉണ്ട്.
ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചന്തയിലൊക്കെ പോയിരുന്നു കേട്ടോ. ചന്തയിൽ പോയി പച്ചക്കറിയൊക്കെ വാങ്ങി വന്നു. ചിക്കനൊക്കെ ഒരുപാട് സ്ഥലത്ത് പോയിട്ടാണ് കിട്ടിയത് കേട്ടോ. ചിക്കനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഭയങ്കര വിലയാണ് ഇവിടെ. അപ്പം അച്ഛൻ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പം കത്തിയൊക്കെ എടുത്തുകൊണ്ട് പോയി ഇലയൊക്കെ ശരിയാക്കുകയാണ്. ഇലയൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്, എന്നാലും അതൊക്കെ ഒന്ന് ശരിയാക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി നന്നാക്കുന്നത് പിറ്റേ ദിവസം സാമ്പാറൊക്കെയാണ്. അപ്പോൾ അവിയൽ അതിൻ്റെ ഇടയ്ക്കൊന്ന് തുറന്ന് വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ. കഷ്ണങ്ങളിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് തുറന്ന് വെച്ച് വേവിക്കുന്നത്. അപ്പോൾ മക്കളും അതേപോലെ ഏട്ടനും എല്ലാവരും ഒന്ന് അടുക്കളയിലുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് അടുക്കളയിൽ തന്നെയാണ്, വേറെ എങ്ങോട്ടും പോകണില്ലായിരുന്നില്ലേ. അപ്പോൾ ഇന്ന് രാത്രിയായിട്ടും പകൽ പോലെയാണ് എല്ലാവർക്കും. അപ്പോൾ നമ്മളെ കണ്ണതാക്കണ നാളികേരമൊക്കെ ചിരകി തരുന്നുണ്ട്, നമ്മൾ അവിയലിക്ക് ചതയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് നാളികേരം തലേ ദിവസം തന്നെ ചിരകിയും വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാമ്പാറയ്ക്ക് വറക്കാനും അതേപോലെ മസാലക്കറിക്ക് കുറേ എണ്ണത്തേക്ക് നമുക്ക് നാളികേരം വേണമല്ലോ, സദ്യ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ അതിക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ശരിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അത്ര ഭാരം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോരുത്തരും അങ്ങനെ ചെയ്തു തരുന്നത്. അപ്പോൾ ഏട്ടനെ കൊണ്ട് ഞാൻ ചെയ്യിക്കാത്ത, പണിയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് കൂടിത്തരാൻ പറയാത്തത് കേട്ടോ. ഒരു സത്യത്തിലൊരു ഇടങ്ങേറാണ് അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറയണത്. പിന്നെ അതാ പുളിയിഞ്ചിയൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ പുളി ഞാനൊന്ന് കട്ടിയായപ്പോൾ അതിലേക്ക് ശർക്കര ഉരുക്കി പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ശർക്കരേൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം മധുരം വേണോ അത്രയും ഉരുക്കിയിട്ട് ഒഴിച്ചിരുന്നു. പിന്നെ അതിന് ശേഷം നല്ലോണം ഒന്ന് കുറുക്കിയെടുത്തു. പിന്നെ അതിലേക്ക് വറവിട്ട് കൊടുക്കണം കേട്ടോ. വറവ് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടിയാണ് ഇട്ട് കൊടുത്തത്. ഈ ഒരു സമയത്ത് അരി വറുത്ത് പൊടിച്ചിട്ട് കൊടുക്കാം, എള്ള് പൊടിച്ചിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് ചെയ്യണ പരിപാടിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിക്കൻ കറിയൊക്കെ വെച്ചിരുന്നു. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വെക്കുക കേട്ടോ. അപ്പോൾ അത് പൂജ ചെയ്യലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് അച്ഛൻ പ്രസാദം തരും കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും കഴിക്കുകയാണ്. അപ്പോൾ അനുമോള് കയ്യിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇതാക്കണ പ്ലേറ്റിലൊക്കെ ഇട്ട് തിന്നെയാണ്. അവളെ കയ്യമ്മല ആ മുറിയായിട്ടേ അത് ചോര നിൽക്കാത്ത പോലെ കേട്ടോ. പിന്നെ രണ്ടാമത് മുറി കൂടിയൊക്കെ വെച്ച് കൊടുത്ത് ശരിയായതാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി നമ്മൾ പൂജയ്ക്കൊക്കെ വെക്കുമ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് വറുത്ത് ചിക്കനിൽ തിരുമ്പിയിട്ട് പച്ചമുളക് കീറിയിട്ട് കൊടുക്കും. അതേപോലെ ഉപ്പും ചേർക്കും കേട്ടോ. വേറെ മസാലപ്പൊടികളോ ഉള്ളികളോ അങ്ങനെയുള്ള സംഭവം ഒന്നും ചേർക്കൂല കേട്ടോ. അങ്ങനെയാണ് സാധാരണ ഇവിടെയൊക്കെ വെച്ച് കൊടുക്കലുള്ളത്. ആദ്യം അങ്ങനെയാണ് ശീലം. പിന്നെ പ്ലേറ്റിൽ ചോറൊക്കെ വിളമ്പിയിട്ട് അങ്ങനെയും വെച്ച് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യുക. പിന്നെ കുറച്ച് പായസം ഉണ്ടാക്കിയിരുന്നു. പച്ചരി നാളികേരമൊക്കെ ഇട്ടിട്ട് ഒരു ഇത്തിരി പായസം ഉണ്ടാക്കിയിരുന്നു കേട്ടോ, ശർക്കരയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും കഴിച്ചു. അതിന് ശേഷം ഇതാക്കണം എല്ലാവരും വട്ടത്തിൽ ഇവിടെ നീളത്തിലും വട്ടത്തിലൊക്കെ ഇരുന്നിട്ട് തിന്നെയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഉള്ള ദിവസങ്ങളിലൊക്കെ അടുക്കളയിലൊക്കെ ഇരുന്നിട്ട് ഇതേപോലെ തിന്നണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇവിടെ പിന്നെ ആർക്കും അങ്ങനെ മേശയും ഇരിക്കണം എന്നുള്ള നിർബന്ധമുള്ള ആരുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സന്തോഷമാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഏട്ടന് ഞാൻ വെള്ളം ക്ലാസ്സിൽ കൊടുത്തപ്പോൾ വലിയ പാത്രത്തിൽ കൊണ്ടാന്ന് പറയുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വലിയ കപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു നല്ലോണം വെള്ളം കുടിക്കും. എനിക്കൊന്നും അങ്ങനെ വെള്ളം കുടിക്കാനേ കഴിയൂല. അപ്പോൾ എല്ലാവരും ഇരുന്ന് തീറ്റയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മക്കളൊക്കെ പിടുത്തം വിട്ടിട്ടുണ്ടെന്ന് നല്ല വിശപ്പേന്നു. എന്താ പറയുക, ഉച്ചയ്ക്ക് കഴിച്ചതല്ലേ, പിന്നെ 4 മണിക്ക് ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും നല്ല വിശപ്പ് എല്ലാവർക്കും. കുറേ സമയമായി ഇങ്ങനെ പറയണം. അപ്പം ഞാനും അമ്മയും ലാസ്റ്റാണ് ഇരിക്കുന്നത്. പെണ്ണുങ്ങൾ പിന്നെ അങ്ങനെയാണല്ലോ, എന്താ പറയുക, മിക്കവാറും വീട്ടിൽ എന്താ പറയുക, വീട്ടിലത്തെ പെണ്ണുങ്ങൾ ലാസ്റ്റാവും ഇരിക്കുക. അപ്പോൾ നെയ്യപ്പത്തിൽ ഇതാ ഞാൻ അടുത്ത് വന്നപ്പോൾ നമ്മൾ അനുട്ടി ഉണ്ടാക്കിയ നെയ്യപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യപ്പവും ചിക്കൻ കറിയാണ് ആദ്യം തിന്നേണ്ടത്. നമ്മൾ അനുമോൾ ആദ്യം ചോറും ചിക്കൻ കറിയും പപ്പടമൊക്കെയാണ് കേട്ടോ തിന്നിട്ടുള്ളത്. ഒക്കെ ഭയങ്കര വിശപ്പായിരുന്നു. നമുക്ക് പിന്നെ മധുരത്തിനോട് വലിയൊരു താല്പര്യമല്ല. അപ്പോൾ ഓരോരുത്തരുടെ തീറ്റ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തർ തുടങ്ങുകയാണ്. എന്താ വെച്ചാൽ എല്ലാവരും നല്ല സ്പീഡിൽ അങ്ങനെ തിന്നുന്നുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ വീട്ടിലും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവൂലേ. അപ്പോൾ കണ്ണന് തണുത്ത വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അതെടുക്കാൻ വേണ്ടി നീച്ചതാണ് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഞാൻ അടുത്ത് തരൂലേ എന്നൊക്കെ. അപ്പം ഞാൻ മക്കളോടൊക്കെ ഒരു ഹായ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും തീറ്റയ്ക്ക് ശ്രദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ അച്ഛനും നന്ദുവാണ് എല്ലാവർക്കും ഒരു ഹായ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഇങ്ങനത്തെ പരിപാടി ഉള്ളവരൊക്കെ, വീട്ടിൽ ഇങ്ങനത്തെ ആചാരങ്ങളും പരിപാടിയൊക്കെ ഉള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എവിടെ ഉള്ളവരാണെന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ മലപ്പുറത്ത് മാത്രമാണോ ഇങ്ങനത്തെ ആചാരം ഉള്ളതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ, അറിയാനുള്ളൊരു ആകാംക്ഷ. പിന്നെ അതാ എല്ലാ പണികളും ഒതുക്കി വെച്ചു. പിന്നെ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് രാത്രി 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കിടന്നപ്പോട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്